ഇന്ന് നമുക്ക് സേഫ്റ്റിയെക്കുറിച്ച് പറയാം അല്ലേ. അതായത് നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ അത്ര സേഫൊന്നും അല്ല അല്ലേ. റോഡിൽ കൂടെ ഇറങ്ങിയാലും ഏത് മേഖലയെ നോക്കിയാലും നമ്മൾ സുരക്ഷിതരൊന്നും അല്ല അല്ലേ നമ്മൾ ചിന്തിക്കുമ്പോൾ. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, മൈൻഡ്ഫുൾനെസ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏത് കാര്യത്തിലാണോ പോകുന്നത് ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകും ഇല്ലേ. അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം എപ്പോഴും നമ്മൾ അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെ പോയാലും ഒരു കാലിനൊരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായാൽ പോലും ഒരു 3-4 മാസം നമ്മൾ എടുക്കും അത് നേരെയായി വരണമെങ്കിൽ. അതോടുകൂടി നമ്മൾ ചിലപ്പം എല്ലാ സാമ്പത്തിക സ്ഥിതിയും ചിലപ്പം പെട്ടുപോയിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു സൂക്ഷ്മതയോടുകൂടി പോകേണ്ടതാണ്. അപകടങ്ങൾ വരാതെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പല സംഭവങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇല്ലേ. സേഫ്റ്റി ഇല്ലാതെ നടക്കുന്ന ഒത്തിരി അപകടങ്ങളുണ്ട്. ഇപ്പോഴത്തെ റോഡ് പണി അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ചില കട്ടിങ്, റോഡിൻ്റെ സൈഡിലെ കട്ടിങ് ചരിച്ചൊന്നിട്ടാൽ മതി, അത് അപകടങ്ങൾ കുറയും. അത് ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് നിർത്തിയേക്കും. ഏതെങ്കിലും ഒരു ബൈക്കുകാരനോ സ്കൂട്ടറുകാരനോ കാൽനടക്കാരനോ ഒന്ന് തെന്നിയാൽ മതി, കാല് ഒടിഞ്ഞ് അവിടെ ബൈക്ക് അപകടത്തിൽപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എന്തോ ലാഭം കണ്ടാണോ എന്താണോ അതിങ്ങനെ കട്ടിങ്ങായിട്ട് നിർത്തിയേക്കുന്നത് കാണാം. ഒരു കാറൊക്കെ അതിനകത്തേക്ക് പോവുകയാണെങ്കിൽ 2 ടയർ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കാർ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും ആ കട്ടിങ്ങിനകത്തേക്ക് പോയാൽ. അതുപോലത്തെ റോഡുകളാണ്. റോഡിലെ ടൈൽസുകളെല്ലാം പൊട്ടിയിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കട കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കടയിലേക്ക് നോക്കിപ്പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടി വീണോ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും. നമുക്കൊരു കടയിലേക്ക് നോക്കി എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോലും നമുക്ക് പറ്റില്ല ഇല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് ഒരു റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പണ്ടൊക്കെ നമുക്ക് നേരെ അങ്ങ് നടന്നു പോകാം. നമുക്ക് കുറച്ച് ദൂരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും സൈഡിലേക്കൊക്കെ നോക്കി നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി ഇടിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുഴിയിലോ അല്ലെങ്കിൽ കുണ്ടിലോ അല്ലെങ്കിൽ കാനയിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. അതുപോലത്തെ അവസ്ഥയിലേക്കാണ്. അതുതന്നെയല്ല, കെട്ടിടങ്ങൾ പണിത് റോഡിലേക്ക് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാൽനടക്കാർക്ക് പോലും നടക്കാനുള്ള സൗകര്യമില്ലാത്ത അതുപോലത്തെയാണ് നമ്മുടെ ഇത്. നമ്മൾ സ്വയം സൂക്ഷിച്ച് നടക്കുക, അതാണ് ഏറ്റവും നല്ല. അത് ഇന്നലെ പറഞ്ഞ കണക്ക് നമുക്ക് തന്നെ മനസ്സിന് ഏതിനാണോ ശ്രദ്ധ അതിലേക്ക് ചിന്തിച്ച് പോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുകയുള്ളൂ. ചിന്തിച്ച് നോക്കിയേ ശരിയാണോ എന്ന്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്നാണെന്നറിയാം. നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഒരു 10 മിനിറ്റ് പോലും മുമ്പ് നമ്മൾ ഇറങ്ങില്ല. കൃത്യസമയത്ത് ബസ് കയറാനൊക്കെ ചിലർ ഓടുന്ന കാണാമോ. ബസ് നിർത്തിയ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. സ്ഥിരം കയറുന്ന യാത്രക്കാരാകുമ്പോൾ ബസ്സുകാരെ നിർത്തിയിട്ട് കയറ്റിക്കൊണ്ട് പോകും. കാരണം അവർ വന്നില്ല, അവർ സ്ഥിരമുള്ള യാത്രക്കാരല്ലേ. കാരണം അവർ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാർക്കും കൂടെ ഒരു സമയത്ത് ചെല്ലാൻ പറ്റും. ഇത് ഒരാളെ മാത്രം അല്ലെങ്കിൽ 2 പേരെ മാത്രം കാത്ത് വണ്ടികൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും 2 പേര് വരാനുണ്ടെന്നും പറഞ്ഞിട്ട് നിൽക്കും. ആ 2 പേര് ഏതെങ്കിലും ബസ്സിൽ നിന്ന് വരാനുള്ളതോ ഒന്നെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരാനുള്ളവരോ ഒക്കെ ആയിരിക്കും. അവർക്ക് ഇച്ചിരി 5 മിനിറ്റ് നേരം മുമ്പ് ഇറങ്ങാൻ പറ്റില്ലേ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇല്ലേ. അത് നമ്മളിങ്ങനെ പോകുമ്പോൾ എന്നെ പറ്റണേന്നറിയാമോ, നമ്മൾ താമസിച്ചൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഓടിക്കതച്ച് ചെല്ലാൻ ശ്രമിക്കും. ഒന്നാമത് ഓടിച്ചെന്ന് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന വണ്ടിയിൽ ചാടി കയറി പോകും. ചിലപ്പോൾ അപകടങ്ങൾ തെന്നി വീഴാം, എങ്ങനെ വേണേലും എന്ത് വേണേലും ആകും, തട്ടി വീഴാം, ഒക്കെ സംഭവിക്കാം. അപ്പം അതൊക്കെ നമ്മൾ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി പോകുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇല്ലേ. അത് വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും ബൈക്കിൽ പോകുന്നവരാണെങ്കിലും ഒരു 10 മിനിറ്റ് മുമ്പ് ഇറങ്ങിയെന്ന് ഓർത്തപ്പോൾ അതൊക്കെ പോയാൽ മതി. അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ പോയിട്ടും വേണ്ടാത്ത തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പതുക്കെ സ്ലോ ആയിട്ട് പോയാൽ പോരെ. അത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല. ട്രെയിനിലൊക്കെ ഓടിക്കതച്ച് ചെന്ന് ചാടി കയറുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ മതി, അത് ചെയ്യില്ല. അവരാ സമയം അവിടെ തട്ടിമുട്ടിയിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ വസ്ത്രധാരണവും ചെരുപ്പുകളും പൊക്കം കുറവാണെന്ന് പറഞ്ഞ് ഹൈ ഹീൽ ചെരുപ്പുകളൊക്കെ ഇടും ചിലർ. ഇത് ഏറ്റവും കൂടുതൽ അപകടം വരുത്തി വയ്ക്കുന്നതാണ്. നമ്മൾ പറയും നമുക്ക് നല്ല എക്സ്പീരിയൻസ്, നമ്മളിത്തേ നടന്ന നല്ല പ്രാക്ടീസൊക്കെയാണ്. ഒരു സമയം ഒരു കല്ലേ ചവിട്ടിയാൽ മതി ഒന്ന് പാളാൻ വേണ്ടിയിട്ട്. പാലിട്ടിൻ്റെ കാലുളുക്കും, ഉറപ്പായ സംഭവമല്ലേ.
അപ്പം നമ്മൾ എന്നെ കാണിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഏതാണ് കംഫർട്ട് അതുപോലത്തെയുള്ള സാധനങ്ങളല്ലേ ഉപയോഗിക്കേണ്ടത് നമ്മൾ. അതാണെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്, നമ്മുടെ കാല് സുരക്ഷിതം, നമ്മൾ സുരക്ഷിതരാണ്. ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭേദമാക്കി എടുക്കണമെങ്കിൽ ഒരു കുറച്ച് സമയമെടുക്കും. അതായത് ഈ പ്രായമായവരുടെ എല്ലുകളും ഒക്കെ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടിച്ചേർന്നാലും വലിയ പാടാന്നാണ് പറയുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള വസ്ത്രധാരണം, ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ സാരിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, ഷോളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുമ്പോൾ ചെയ്യുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതിനെയൊന്നും ശ്രദ്ധിക്കാതെ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് അത് ടയറയിലും ഒക്കെ കുടുങ്ങി അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവർ മഴക്കാലമായിരുന്നു. അപ്പോൾ കുടയും ചൂടി ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ പോയതാണ്. പുറകെ ഇരുന്ന് ഭാര്യ കുടയൊക്കെ ചൂടി ഭർത്താവിനെയും ചൂടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കാറ്റ് പിടിച്ചു. ഇവർ പതുക്കിയാണ് പോകുന്നത്. പക്ഷേ കാറ്റ് പിടിക്കുകയും ബാലൻസ് തെറ്റിപ്പോയി രണ്ടുപേരും കൂടെ വീണ് രണ്ടുപേരും ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. കൈ ഒടിഞ്ഞ് കമയത്തെ തോലും പോയി താടയും ചെന്നിടിച്ച് ഒക്കെ. എന്താ കുട നിർത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട. കുടയൊക്കെ പിടിച്ച് ബൈക്കിൽ പോകുകയെന്ന് വെച്ചാൽ കാറ്റ് പിടിക്കുമെന്നുള്ള ഉറപ്പായ. ഇവരിപ്പോൾ അതൊക്കെയാണ് പോയെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്, എങ്കിലും അത് തെറ്റായ കാര്യമല്ലേ. അപ്പം നമ്മൾ സുരക്ഷിതരാകേണ്ട കാര്യം നമ്മളല്ലേ നോക്കേണ്ടത് എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ചിലർ കുട്ടികളെയും ഒക്കെ വെച്ച് മൊബൈൽ ഫോണും വിളിച്ചൊക്കെ വണ്ടി കയറി പോകുന്ന കാണാം, ബസ്സിലും ഒക്കെ. ബസ് കൊണ്ട് നിർത്തിയാലും ആ ശരി എന്നും പറഞ്ഞ് കൊച്ചിനെ കയ്യിലുണ്ടായിരിക്കും. ഇത് ഒരു കാര്യം, എന്തെങ്കിലും ഒരു അപകടങ്ങൾ വരുത്തി വയ്ക്കാൻ എളുപ്പമല്ല. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഇല്ലേ. പിള്ളേരുടെ കൈ കളിക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ, കുഞ്ഞു മക്കളുടെ കയ്യിലൊക്കെ കളിക്കാൻ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അത് മൂക്കിലോ വായിലോ ഒക്കെ ഇടാണ്ടൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതിപ്പം ഈ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ ബൈക്ക് ഇതൊക്കെ മെയിൻ സ്റ്റാൻഡിൽ പിള്ളേരുള്ള സ്ഥലത്തൊക്കെ മെയിൻ സ്റ്റാൻഡിൽ കയറ്റി വയ്ക്കുക. അല്ലാണ്ട് ഈ മറ്റേ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് മറിഞ്ഞു വീണ് എത്രയോ പിള്ളേരുടെ കാലും കൈ ഓടിയുന്നുണ്ട്. അപ്പം പിള്ളേരുള്ള വീട്ടിലെ കാരണവന്മാർ സ്കൂട്ടറോ ബൈക്കോ കൊണ്ടുവരുമ്പോൾ മെയിൻ സ്റ്റാൻഡിൽ വയ്ക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ ആണ്. പിന്നെയുള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽസ് ഇടുക വീട്ടിൽ. നമ്മുടെ വീട്ടിലെ ടൈൽസ്, എൻ്റെ വീട്ടിലും ടൈൽസ് തന്നെയാണ്. അതിലൊരു തുള്ളി വെള്ളം കിടന്നാൽ മതി നമ്മൾ തെന്നി വീഴും. പണ്ടത്തെ സിമെൻറ്റ് തറയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമാണ്. ഇപ്പോൾ ഭംഗി കൂടിയപ്പോൾ നമ്മൾ ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിൾ ഒക്കെ ഉണ്ടാക്കി. ഇതെൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു. ഞാൻ യാത്രയായി കഴിഞ്ഞപ്പോൾ മക്കൾ സ്കൂളിൽ പോകാൻ നേരത്ത് കുളിച്ചിട്ട് തോർത്തെടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കിടന്നു. ഈ ടൈൽസിൻ്റെ മുകളിൽ വെള്ളം കിടന്നാൽ കാണില്ലായിരുന്നു. ഞാൻ കയറി ഒന്നൊറ്റ ചവിട്ട് തെന്നി അങ്ങ് വീണിട്ട് എൻ്റെ ഈ കൈയുടെ മുട്ടങ്ങ് പൊട്ടിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൈ ഇങ്ങനെ നീര് വയ്ക്കുന്നു, ഭയങ്കര വേദന സഹിക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ പൊട്ടലാന്ന് പറഞ്ഞു. പിന്നെ അത് കുറേ നാൾ ഈ കൈ കെട്ടിവെച്ച് ഇങ്ങനെ, വലത് കൈ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇടത് കൈയും കെട്ടിവെച്ച് കുറേ കാലം ഇങ്ങനെ ഇരുന്ന ഹോസ്പിറ്റൽ എക്സ്റേ ഒക്കെ അതും ഒക്കെ എടുത്ത് കുറേ പൈസയും കളഞ്ഞ് ഇങ്ങനെ നടന്നതാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ കയറുക, ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കണം. ഇത് പെട്ടെന്ന് ഈ പ്രായമായവരെ ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. അവർ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരില്ല. അതാണ് ഏറ്റവും വലിയ പാട്. അവരൊന്ന് വീണ് നോക്കി, ഒരു ബാത്റൂമിലൊക്കെ എന്തോരം കാരണവന്മാരെ വീണ്. ഇപ്പം അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ ബാത്റൂമിൽ തെന്നി വീണ് മരിച്ചുപോയി. ആരും അറിഞ്ഞില്ല ബാത്റൂമിൽ തെന്നി വീണ് കിടന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ വീട്ടിൽ ഒരാളോ രണ്ടാളോ ഒക്കെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളോ രണ്ടാളോ ഉള്ളപ്പം ഈ ഏത് സമയത്തും ഈ ചേട്ടൻ എന്നും രാവിലെ ആയിട്ട് നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ അമ്മയോർത്തു ചേട്ടൻ നടക്കാൻ പോയി, രണ്ട് മക്കളെല്ലാം വിദേശത്താണ്. അപ്പം ആ അച്ഛൻ നടക്കാൻ പോയതാണെന്നോ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പുള്ളി ബാത്റൂമിൽ കയറിയപ്പം ബാത്റൂമിൽ തെന്നി വീണ് അവിടെ കിടന്ന് തല പോയി ക്ലോസറ്റിൽ ഇടിച്ച് മരിക്കുകയാണ് ചെയ്തത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതിപ്പം ഇങ്ങനെ തെന്നലുകൾ അതൊക്കെ നമ്മളൊരുമാതിരി കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. ഒന്ന് ഇങ്ങനെ ഉണക്കിയിടാൻ ശ്രമിക്കുക. ഇങ്ങനെ പ്രായമായവരുള്ള വീടിൻ്റെയൊക്കെ ബാത്റൂമൊക്കെ ഉണങ്ങി കിടക്കണം. അതേപോലെ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഒക്കെ ഇട്ട് നടക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പരിധി വരെ നമുക്ക് സുരക്ഷിതം ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ. പിന്നെ അടുത്തതാണ് മരുന്നുകളോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ. ഫുഡ് സേഫ്റ്റി ഒന്നും അത്ര കറക്റ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഭക്ഷണങ്ങളിൽ മായം ചേർക്കുന്നവരുണ്ട്. അതൊന്നും കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്വേഷിക്കുന്നില്ല. എല്ലാ ഭക്ഷണമൊന്നും ഒരിടയ്ക്ക് ഷവർമ്മ കഴിച്ച് ദൂരം പേരായിരുന്നു അല്ലേ ഹോസ്പിറ്റലിൽ പോകുന്നത്.
അപ്പം ഇങ്ങനെ ഈ ഫുഡിനകത്തുള്ള ഈ വിഷാംശങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും അതിനെടുത്ത് ശിക്ഷാ നടപടി നല്ല ശിക്ഷ കൊടുക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയുള്ള ഈ മായം ചേർക്കൽ നിർത്തിവെക്കും. അത് വെളിച്ചെണ്ണയ്ക്കകത്തും ഒക്കെ മായം ചേർക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പം അത് കണ്ടുപിടിക്കുക, അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക. നമ്മളെല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഇത് കാണിക്കും. നമ്മുടെ ഇങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഇത് ചിന്തിച്ച് നോക്കിയില്ലേ? അതിനൊക്കെയല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ എന്താ പറയണേ സുരക്ഷിതത്വമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കുന്നേയില്ല. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ റോഡുകൾ കോടാനുകോടി രൂപ കണക്കിൽ റോഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്. അതിനൊക്കെ പ്രതികരിക്കണം നമ്മൾ. അതാണ് എനിക്ക് തോന്നിയത്. അത് അങ്ങനെ ഒരു കാര്യം. അതിനൊന്നും ഒരു നിയന്ത്രണങ്ങളുമില്ല. പച്ചവെള്ളം പോലും ഇപ്പം നമ്മൾ എന്ത് രീതിയിലാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ പച്ചവെള്ളമൊന്നും നമ്മൾ സാധാരണ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കുപ്പിയിൽ ഇതിനകത്ത് എന്തൊക്കെ മാറ്റിയിട്ടാണ് വെക്കുന്നതെന്ന്. പക്ഷേ എന്തൊക്കെയോ കെമിക്കലുകൾ ചേർക്കാതെ ഇതിങ്ങനെ ശുദ്ധമായിട്ടിരിക്കുമോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. അതൊന്നും നമുക്കറിയത്തില്ല. ഒരു കുപ്പി വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പലർക്കും മടിയാണ്. അതിന് നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും വീടുകളിൽ കയറി ചെന്ന് വെള്ളം കുടിക്കുന്ന രീതിയിൽ ഇപ്പോൾ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്കല്ലേ. കാരണം പുറത്തിറങ്ങി ഉടനെ തന്നെ വെള്ളം മേടിക്കുന്നു, കുടിക്കുന്നു. ഈ പ്ലാസ്റ്റിക് കുപ്പികളുടെ വെള്ളം ഉപയോഗിക്കുന്നു. സുരക്ഷിതമെന്നാണ് നമ്മൾ പറയുന്നത്. അറിയില്ല എനിക്ക് അതിനെ കുറിച്ചൊക്കെ പറയാൻ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളിൽ എക്സ്പയറി ഡേറ്റുകളൊക്കെ നോക്കി മേടിച്ച് കഴിക്കാൻ ശ്രമിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊക്കെ ഈ ഓഫറിലിട്ടേക്കണ കാണാം. നമ്മൾ ഓഫറാണെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് എടുക്കും. ആ ഓഫറൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാലാവധി 1 ദിവസമോ 2 ദിവസമൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്നതൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. ആ കാലാവധി കഴിഞ്ഞു പോയ സാധനങ്ങളായിരിക്കും. നമുക്കറിയത്തില്ല. നമുക്കിതൊക്കെയല്ലേ സുരക്ഷിതമാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും മാത്രം മേടിക്കാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ സീറ്റ് ബെൽറ്റ് ഇടാതെ മൊബൈലും ഒക്കെ വിളിച്ച് ഓടിക്കുന്നതിന് ശിക്ഷയുണ്ടെന്ന് പറയുമെങ്കിലും ആരെയും പേടിയില്ലാതെ ഇഷ്ടംപോലെ പേര് 2 പേര് പോകേണ്ട ബൈക്കിൽ 4 പേരും 3 പേരും ഒക്കെ പോകുന്നത് കാണാം. നമ്മുടെ സുരക്ഷിതമാണ്. നമ്മളെ മറ്റുള്ളവരെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാണ്ട് മറ്റാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സുരക്ഷിതം. ഇത് ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കി, അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ ഒരു ഗവൺമെൻറ്റിനോ ഒരു പോലീസ് ഓഫീസർക്കോ വേണ്ടിയിട്ടുണ്ടാക്കിയതൊന്നുമല്ല ഒരു നിയമം. നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഇല്ലേ? നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് സുരക്ഷിതമായ മാർഗങ്ങൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നുകൂടെ ആലോചിച്ചിട്ട് അത് നമുക്ക് സേഫാണോ എന്ന് തോന്നിയാൽ മാത്രം ആ വഴിക്ക് നമ്മൾ പോവുക. അല്ലാതെ സേഫ് അല്ലാത്ത കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ഇതിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് നമ്മൾ കിടപ്പായി പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും നമുക്ക് ചിലവിന് തരുമോ? അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം നമ്മളെ സുരക്ഷിതമാക്കി വെക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് പ്രത്യേകിച്ച് ഭക്ഷണമാണേലും റോഡിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും ഈ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ റോങ് സൈഡൊക്കെ കയറി വന്ന് പോകുന്നത്. അതിനകത്ത് സമയമില്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണവർ അങ്ങനത്തെ അധികവും കാണിക്കണം. എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തണം, അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടികളാണ്. അപ്പം നമ്മൾ പതുക്കെ പോകാൻ ശ്രമിച്ചാൽ ഈ റോങ് സൈഡിലുള്ള ചിലപ്പോൾ പെട്ടെന്നൊരു വണ്ടി തട്ടിക്കുമ്പോഴായിരിക്കും ഈ ബൈക്കുകാരൻ്റെ സ്കൂട്ടറുകാരൻ്റെ നട്ടി അയാൾ റോഡിൻ്റെ സൈഡിലേക്ക് പോകുന്നത്, ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ വസ്ത്രധാരണം ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ശ്രദ്ധിക്കുക. ചെരുപ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നല്ല ക്യാൻവാസിൻ്റെ ഗ്രിപ്പുള്ള നല്ല ഷൂകളോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നടക്കുക. നല്ല തെന്നിപ്പോകാത്ത സൈസ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നടക്കാൻ ശ്രമിക്കുക. പിന്നെ കാൽനടക്കാർ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. ഈ പ്രായമായ കാരണവന്മാർക്ക് പറ്റുന്ന കുഴപ്പമെന്ന് പറയും, അവർ ഇച്ചിരി റോഡിലേക്ക് കയറിയ നടക്കുകയുള്ളൂ. അവരുദ്ദേശിക്കുന്ന റോഡിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ കട്ടിങ് ഉള്ളതുകൊണ്ട് തെന്നി വീഴാനോ സാധ്യതയുണ്ട്. പിന്നെ റോഡിൻ്റെ സൈഡ് അഴുക്കാണല്ലോ, നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ സൈഡിലാണല്ലോ മലമൂത്ര വിസർജനം മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ടും ആൾക്കാർ റോഡിൻ്റെ ഇച്ചിരി കയറി നടക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരണം, അതാണ് വേണ്ടത്. അത് തന്നെയല്ല ഈ എന്നാ പറയണേ, ഒരു തടസ്സം എന്തെങ്കിലും തോന്നുന്നുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ കാരണവന്മാർക്കുണ്ടല്ലോ ഒരു വണ്ടിയുടെ കാറ്റടിക്കുമ്പോൾ പോലും വേച്ചു പോകുന്ന കാരണവന്മാരുണ്ട്.
അങ്ങനെയുള്ളവർ ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ പരമാവധി സൈഡ് ചേർന്ന് നടക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഈ പല വണ്ടികളും അടുത്തോടെ പോകുമ്പോൾ ചില കാരണവന്മാർക്ക് അത് ഫീൽ ചെയ്യും. അവർക്ക് അവരുടെ ഒറ്റക്കാലിലൊന്നും നിൽക്കില്ല, ചെറുപ്പക്കാരെ പോലെയല്ല, അവരുടെ ബാലൻസ് തെറ്റിപ്പോവും, അവർ ചിലപ്പോൾ വീഴാൻ സാധ്യതകളുണ്ട്. അപ്പം അവർ പരമാവധി റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാൽനടയായിട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കണവർ ശ്രദ്ധിക്കുക, റോഡിൻ്റെ സൈഡിൽ സൈക്കിളുകാരും കാൽനടക്കാരും ഒക്കെ ഉണ്ടെന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു സാറ് പറയുമായിരുന്നു, റോഡിലേക്ക് ഇറങ്ങുന്നവന്മാരെല്ലാം ഭ്രാന്തന്മാരാണ്, ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാവുള്ളൂ എന്ന്. കാരണം ആർക്കും ഒരു വെളിവില്ലാണ്ടായിരിക്കും തന്നെ. നമ്മുടെ കേരളത്തിൽ വണ്ടി ഓടിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയി എങ്ങനെ തലങ്ങനും വിലങ്ങനും ഇട്ടാലും നമ്മൾ രക്ഷപ്പെട്ടു വരും. അതുപോലത്തെ ഡ്രൈവിംഗ് ആണ് നമ്മുടെ. എന്തൊരു നല്ല ഡ്രൈവിംഗ് ആണെന്നറിയാമോ? ചിലപ്പോൾ ഓർക്കും ഇത് എന്തിന് ആര് ലൈസൻസ് കൊടുത്തു എന്നറിയും. ചില ബസ്സുകളും ചില കാറുകളും ചില ലോറികളും ഒക്കെ പോകുന്ന കണ്ടാണ്ടല്ലോ, ബൈക്കും ഒക്കെ പോകുന്ന കണ്ടാൽ ഇതിനൊക്കെ ലൈസൻസ് ആരാ കൊടുത്തേ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ലൈസൻസൊക്കെ കിട്ടണം. ഈ ഭയങ്കര ഒരു മനുഷ്യൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാന്ന് പറയണേ, മറ്റുള്ളവരെ കാട്ടിക്കൂട്ടാനുള്ള പ്രവർത്തനമാണോ എന്നറിയില്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടാൽ എനിക്ക് തോന്നുന്നു ജനുവരിയിലാണെന്ന് തോന്നുന്നു, ഉമാ തോമസ് MLA ഒരു സ്റ്റേജിൽ നിന്ന് താഴ്ചയാണല്ലേ. നമ്മൾ പറഞ്ഞു അപ്പോൾ സേഫ്റ്റിയുടെ ഇതാണ്, അവിടെ സംഘാടകരുടെ കുഴപ്പമാണ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കുറ്റപ്പെടുത്തി പറയുന്നല്ല, നമ്മുടെ നാട്ടിൽ എന്തോരം അനീതിയും എന്തെല്ലാം പാവങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സംഘാടകരല്ല അതിൻ്റെ ഉത്തരവാദികൾ. റോഡ് പണിയുടെ ഉത്തരവാദി റോഡ് പണിയുന്നവരായിരിക്കില്ലേ? അതേപോലെ നമ്മുടെ ഓരോ വണ്ടി അപകടങ്ങളുണ്ടാകുമ്പോൾ ആ റോഡിൻ്റെ ഇതിൽ വെച്ച് നല്ലൊരു റോഡുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അതിലേതെങ്കിലും ഒരു കേബിൾ ഇടാനോ ഒരു വാട്ടർ അതോറിറ്റിയുടെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഒരു കുഴി കുത്തി അവർ ആ നല്ല റോഡിന് ഒരു പാകമാക്കി തരും. ഒരു മഴ വരുമ്പോഴത്തേനും ഒലിച്ചു പോകുന്ന റോഡുകളെ നമ്മുടെ നാട്ടിലുള്ളൂ. വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു റോഡിൻ്റെ അവസ്ഥ. അപ്പം ഈ എല്ലാവർക്കും ബാധകമാണ് നിയമം. എല്ലാവരും കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുമാതിരി ഈ സേഫ്റ്റി ഒരുമാതിരി നന്നായിട്ട് പോകും എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇടാൻ കാരണമായത്, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഞാൻ കണ്ട റോഡിൽ കൂടെ നടന്നു പോയപ്പം കാല് തെന്നി വീണു റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡിൽ റിഫ്ലക്ടർ വെച്ചിട്ടില്ലേ, ആ റിഫ്ലക്ടറിൻ്റെ അതിങ്ങനെ പൊളിഞ്ഞു പൊങ്ങി നിൽക്കുക. അതിൻ്റെ തട്ടിയിട്ടാണ് പുള്ളിക്കാരി വീണത്. അതിൻ്റെ ചെന്ന് തട്ടി കുനിഞ്ഞു നോക്കിയപ്പം ബാലൻസ് ഒരു പ്രായമായ ചേച്ചിയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ സുരക്ഷ. എപ്പോഴും റോഡ് സുരക്ഷയ്ക്ക് ആൾക്കാരെ വെക്കണം, അതിനെ നോക്കണം. അപ്പം അത് കണ്ടപ്പം ഇങ്ങനൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.